ഹലോ, ജിഞ്ചസ് എഫ് എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് വേദയും വിക്രമും സംസാരിക്കുന്നതാണ്. തുടർന്ന് വേദ വിക്രമിനോട് പറയുന്നുണ്ട്, 2 ദിവസം കഴിഞ്ഞ് അച്ഛൻ്റെയും അമ്മയുടെയും വിവാഹ വാർഷികമാണെന്നും അവരെ സന്തോഷിപ്പിക്കേണ്ടത് മക്കളുടെ കടമയാണെന്നും. അങ്ങനെ പറഞ്ഞുകൊണ്ട് വേദ അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ശ്രീനിവാസന്റെ വീട്ടിൽ എത്തിയ വിക്രമിനെയാണ്. കഴിഞ്ഞു പോയ ഒരു കേസിനെ കുറിച്ച് സംസാരിക്കുകയാണ് അവർ രണ്ടുപേരും. പിന്നീട് കൈ നിറയെ സാധനങ്ങളുമായി അമ്മയെ വിളിക്കുന്ന വിക്രമിനെയാണ് കാണിക്കുന്നത്. അമ്മ ചോദിക്കുന്നുണ്ട്, നിന്നെ ഈ നേരത്ത് ഇവിടെ കാണലില്ലല്ലോ എന്ന്. വിക്രം അപ്പൊ പറയാണ്, താൻ തന്റെ അമ്മയെ കാണാൻ വന്നതാണെന്നും. എന്നിട്ട് കയ്യിലുള്ള കവർ അമ്മയ്ക്ക് നൽകുകയും ചെയ്തു. വിക്രം വിവാഹ വാർഷിക സമ്മാനമായി അമ്മയ്ക്കും അച്ഛനും ഡ്രസ്സ് വാങ്ങിയതായിരുന്നു അത്. അമ്മയ്ക്ക് അതിൽ ഏറെ സന്തോഷമാവുകയും ചെയ്തു. പിന്നീട് കാണിക്കുന്നത് പുറത്തുനിന്നും വരുന്ന അച്ഛനെയാണ്. ടേബിളിന്റെ മുകളിലുള്ള കവർ കണ്ടതും അച്ഛൻ എന്താണെന്ന് അന്വേഷിക്കുകയും അത് വിക്രം വിവാഹ വാർഷിക സമ്മാനമായി വാങ്ങിയതാണെന്നും നന്ദിനി പറയുന്നുണ്ട്. എന്നാൽ അത് അച്ഛൻ ഒട്ടും തന്നെ ഇഷ്ടമായില്ല. പിന്നീട് അച്ഛൻ പറയാണ്, ഇതൊരിക്കലും അവൻ അധ്വാനിച്ച് വാങ്ങിയതാവില്ല എന്നും മറ്റു പലരെയും ഉപദ്രവിച്ച് വാങ്ങിയതാണെന്നും അങ്ങനെ വാങ്ങിയത് നമ്മൾ മരിച്ചാൽ പോലും ധരിക്കാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് അത് വലിച്ചെറിയാണ്. അത് വിക്രമിന് ഏറെ വിഷമം ഉണ്ടാക്കുകയും ചെയ്തു. പിന്നെ കാണിക്കുന്നത് വലിച്ചെറിഞ്ഞ ഡ്രസ്സെല്ലാം എടുത്ത് നോക്കുന്ന നന്ദിനിയാണ്. അച്ഛൻ അങ്ങനെ പറഞ്ഞ സങ്കടത്തിൽ വിക്രമിന്റെ അടുത്തേക്ക് ചെന്ന വേദയെ ആണ് പിന്നീട് കാണിക്കുന്നത്. വേദ വിക്രമിന്റെ തെറ്റുകൾ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അവസാനമായി വേദ പറയുന്നുണ്ട്, ഒരു ദിവസം സ്വന്തമായി അധ്വാനിച്ച് വാങ്ങിക്കൊടുത്ത് പറയണം, ഇത് താൻ സ്വന്തം അധ്വാനിച്ച വിയർപ്പിന്റെ വിലയാണെന്ന്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോ ആയി വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.